അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കില്ലേ, അപ്പോൾ അത് എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ കുറച്ച് സെൻറ്റൻസുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ്, ഹൗ എന്ന് പറഞ്ഞ് എന്താണ്, എങ്ങനെ എന്നുള്ളതാണ്. വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എപ്പോൾ. വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എവിടെ. നമ്മൾ ചോദിക്കാറുണ്ട് എവിടെ, എപ്പോൾ, എങ്ങനെയെന്നൊക്കെ അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസ് വേണ്ടേ. അപ്പോൾ അതിനെന്താണ് പറയുക, ഹൗ, വേർ, വെൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് നമ്മൾ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ആൻസറൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് വെൻ, വേർ, ഹൗ വെച്ചിട്ട് സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട് ചോദിക്കാറില്ലേ നമ്മൾ. ആർക്കെങ്കിലും സുഖമില്ലാത്ത ആൾക്കാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇപ്പോൾ ആരോഗ്യം, സുഖമായോ എന്നുള്ളതൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അപ്പോൾ അതിനെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കാമെന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെ എന്നുള്ളതിന് എന്താ പറയുക, ഹൗ, റൈറ്റ്. പിന്നെന്താ, നിങ്ങളുടെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് യുവർ, റൈറ്റ്. ആരോഗ്യം, ഹെൽത്ത്, ഇത്രയേ ഉള്ളൂ. അതങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ, വളരെ എളുപ്പമാണ് പറയാനാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക, ഹൗ ഈസ്, എങ്ങനെയാണ്, എങ്ങനെ ഉണ്ടെന്നല്ലേ ചോദിച്ചാൽ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ഈസ്, ആറ്, ആമൊക്കെ വെച്ച് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അപ്പം നമുക്ക് അതങ്ങോട്ട് എഴുതാം, ഹൗ ഈസ്. നിങ്ങളുടെ എന്നുള്ളതിന് എന്താ പറയുക, യുവർ. ഹൗ ഈസ് യുവർ, വൈ വോർ, യുവർ. ആരോഗ്യം എന്നുള്ളതിന് എന്താ പറയുക, ഹെൽത്ത്. HEALTH, ഹെൽത്ത്. എങ്ങനെയുണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക്. എന്താണ് ചോദിക്കുക നമ്മൾ, നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്, എന്താ പറയുക, ഹൗ ഈസ് യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ ചോദിക്കില്ലേ. ഇപ്പോൾ എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക, നൗ എന്നാണ്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഹൗ ഈസ് യുവർ ഹെൽത്ത് നൗ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വൺ എന്താണ്, നീ എവിടെയാണ് താമസിക്കുന്നത് ചോദിക്കില്ലേ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. നിങ്ങൾ എവിടെ താമസിക്കുന്നത്, എവിടെ എപ്പോഴൊന്നും ചോദിക്കത്തില്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, എവിടെ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയുക, വേർ. എന്താണ് പറയുക, വേർ. എവിടെ താമസിക്കുക എന്നുള്ളതിന് എന്താ പറയുക, ലീവ് ആണ് പറയുക. ലീവ് എന്ന് പറയുക, സ്റ്റേ എന്നും കൂടിയും പറയാം കേട്ടോ. അപ്പോൾ നീ എവിടെയാണ് താമസിക്കുന്നത്, അപ്പോൾ അത് നമുക്ക് ഇവിടെ കൊണ്ട് എഴുതാം. എവിടെ എന്നുള്ളതിന് എന്താ നമ്മൾ പഠിച്ചത്, വേർ. എവിടെയാണ്, ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വേർ ഡു യു ലീവ്, LIVE, ലീവ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ സ്റ്റേ, STAY, സ്റ്റേ എന്നും കൂടി പറയാം കേട്ടോ. STAY, സ്റ്റേ. നെക്സ്റ്റ് വൺ എന്താണ്, നീ എവിടെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടിയില്ലേ, വേർ ഡു യു ലിവ്, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ എന്താണ്, നീ എപ്പോഴാണ് ഉറങ്ങുന്നത്. നീ എപ്പോഴാണ് ഉറങ്ങുക, നീ ഉറങ്ങിയോ, എപ്പോഴാണ് നീ സാധാരണ ഉറങ്ങാറെന്ന് ചോദിക്കാറുണ്ടല്ലേ. എപ്പോൾ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയുക, എപ്പോൾ. എന്താണ്, വെൻ. ഓക്കെ. എപ്പോഴാണ് ഉറങ്ങുകയെന്ന് ചോദിക്കത്തില്ലേ, അപ്പോൾ അതിനെന്താ പറയുക, വെൻ. ഉറങ്ങുക, സ്ലീപ്പ്. നീ എന്നുള്ളതിന് എന്താണ്, യു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ് ചോദിക്കുക, ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ഇതങ്ങോട്ട് എഴുതിയാൽ മതി. എപ്പോൾ എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക, വെൻ ഡു യു സ്ലീപ്പ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. എത്ര എളുപ്പമാണ് പറയുക അല്ലേ. ഇത് പറയണം, എഴുതണം, പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എന്നാലേ അത് നമുക്ക് മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിക്കാൻ ഈസി ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്, നീ എപ്പോഴാണ് ഉറങ്ങുന്നത്, എങ്ങനെയാണ് പറയുക, വെൻ ഡു യു സ്ലീപ്പ്. എത്ര ഈസി അല്ലേ. നെക്സ്റ്റ് വൺ എന്താണ്, അവൻ എപ്പോഴാണ് ഉറങ്ങുന്നത്. എപ്പോൾ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, വെന്നാണ്. നമ്മൾ നീ എപ്പോഴാണ് ഉറങ്ങുന്നത് എന്നുള്ളത് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവൻ എപ്പോഴാണ് ഉറങ്ങുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. അവൻ എപ്പോഴാണ് ഉറങ്ങുന്നത്, പ്ലീസ്